നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് വിരാമം കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ന് വൈകിട്ട് 5:30 അവസാനവട്ട ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരുടെ പേരാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10ാം നാളായിട്ടും അനാഥമായി തുടരുകയാണ് കേരളം. മുഖ്യമന്ത്രി ഇനിയും പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ വന്നതോടെ സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സ്തംഭനത്തിലായി. കേരളത്തിനൊപ്പം ഫലം വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ സർക്കാരുകൾ ഭരണം തുടങ്ങി. ഇന്ന് വൈകുന്നേരത്തോടെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും എപ്പോൾ എന്നതിൽ കൃത്യമായ വിവരം ആർക്കുമില്ല. പലയിടത്തും ജനങ്ങൾ നേതാക്കളെ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെ സഖ്യകക്ഷികളടക്കം സഹികെട്ടു. ഇന്ന് വൈകിട്ട് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ വി.ഡി. സതീശൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. തനിക്ക് അനുകൂലമായി തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് വി.ഡി. സതീശൻ അനുകൂലികൾ. സതീശൻ ഐക്യദാർഢ്യവുമായി അദ്ദേഹത്തിന്റെ എറണാകുളം ദേശത്തെ വീട്ടിലേക്ക് നേതാക്കളുടെയും അണികളുടെയും ഒഴുക്ക് തുടരുകയാണ്. മുൻ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളി വി.ഡി. സതീശനെ സന്ദർശിച്ചു. നിയുക്ത എം.എൽ.എമാരായ മുഹമ്മദ് ഷിയാസും വി. അബ്ദുൾ ഗഫൂറും നേരത്തെ വി.ഡി. സതീശനെ കാണാനെത്തിയിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി UDF ഘടകകക്ഷികൾ രംഗത്ത് വന്നിരുന്നു. തീരുമാനം വൈകുന്നതിൽ പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗം അതൃപ്തി രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനിടയിലാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നത്. അതിനിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വൈകിട്ട് 3:15 വിമാനത്തിൽ അവർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടു. നിലവിൽ ഡൽഹിയിലുള്ള KPCCയുടെയും 3 വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് എന്നിവരും ദീപാദാസ് മുൻഷിക്കൊപ്പം കേരളത്തിലേക്ക് എത്തും. 6:30 ഇവർ തിരുവനന്തപുരത്തെത്തും. ദീപാദാസ് മുൻഷിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദ വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗുമായി ദീപ ചർച്ച നടത്തിയേക്കുമെന്ന് ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിട്ടും ഇതുവരെ ആരാകും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കസേരയ്ക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നതാണ് തീരുമാനത്തിൽ എത്തിച്ചേരാൻ വൈകുന്നതിന് കാരണം. കേരളത്തിൽ പുതിയ UDF സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് എന്നാണ് സൂചനകൾ. പാണക്കാട് നടന്ന നിർണായകമായ ലീഗ് നേതൃയോഗത്തിന് ശേഷമാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗിക തീരുമാനം അറിയിക്കുന്നവർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്. തീരുമാനം വന്നാൽ ഉടൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് പ്രഖ്യാപിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ യോഗം സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് വൈകുന്നത് ഭരണസ്തംഭനത്തിന് കാരണമാകില്ലെന്നും P.K. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഒരാഴ്ചയൊക്കെ സമയമെടുക്കുന്നത് സ്വാഭാവികമാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായതിനാൽ ഹൈക്കമാൻഡ് കൃത്യമായി സമയമെടുത്ത് തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്നത് UDF ഭരണമാണെന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാമെന്നും അതിനാൽ അവർ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് ലീഗ് കടക്കും. 5 മന്ത്രിസ്ഥാനങ്ങൾ ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ടുള്ള അവകാശവാദവും ലീഗ് ഉന്നയിച്ചേക്കും. P.K. കുഞ്ഞാലിക്കുട്ടി തന്നെയാകും മന്ത്രിസഭയിൽ ലീഗിനെ നയിക്കുക എന്നാണ് സൂചനകൾ. KM ഷാജി, N. ഷംസുദ്ദീൻ, P.K. ബഷീർ തുടങ്ങിയവരുടെ പേരുകളും ചർച്ചകളിൽ സജീവമാണ്.